നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും രോഗദുഃഖങ്ങളും തുടങ്ങി ജീവിതത്തിൽ ആകമാനം പ്രശ്നങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് ഈശ്വര സഹായത്താൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതം രക്ഷപ്പെടുമോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ദൈവിക അനുഗ്രഹമുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 സംഖ്യകൾ എന്ന് പറയുന്നത് 22ഉം 555 എന്ന സംഖ്യയുമാണ്. ഈ 2 ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒരു ചിത്രത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ 22 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു. ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന വ്യക്തികളാകുന്നു നിങ്ങൾ. കഷ്ടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ വളരെ അതിജീവനത്തോടെ ജീവിക്കുന്നു. ഇന്ന് ഈ ലോകത്ത് നിങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ ഭവനങ്ങൾ തന്നെയാകും. വ്യക്തിപരമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ അനേക ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്നു. നിങ്ങളെ മനസ്സിലാക്കുവാനോ നിങ്ങളോട് മനുഷ്യത്വപരമായി ഇടപഴകുവാനോ ഇന്ന് ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന വ്യക്തികൾക്കിടയിലാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത്. വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് ഓരോ നിമിഷവും നിങ്ങൾ കടന്നു പോകുന്നത്. ശാരീരികവും മാനസികവുമായ ഒത്തിരി വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കടഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ ധാരാളം പേർ ഇന്ന് വലയുന്ന അനുഭവങ്ങളുണ്ട്. ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ സ്വന്തം ഭവനമില്ലാത്തതിന് പേരിൽ അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു കൂട്ടം സമൂഹമാണ് നിങ്ങൾ. എന്നും വേദനയോടുകൂടി അല്ലാതെ അല്ലെങ്കിൽ എപ്പോഴും കഷ്ടതയോടുകൂടി അല്ലാതെ നിങ്ങൾക്ക് ഒരാവശ്യത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. സ്നേഹബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, അതുപോലെ തന്നെ മാനസികമായി മനഃപൂർവ്വം മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന മുറിവുകൾ, ഇതൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികമായി ഒരുപാട് പിന്നിൽ നിൽക്കുന്ന അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു സന്തോഷമോ ഒരു സമാധാനമോ ഒരു ദൈവിക അനുഗ്രഹങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. അത്രത്തോളം ഭാരങ്ങളാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. എന്നിരുന്നാലും ആദ്യമേ പറഞ്ഞു, എല്ലാം അതിജീവിക്കുവാനുള്ള കഴിവ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഒക്കെ ഈശ്വരന് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറുവാനായിട്ട് പോവുകയാണ്. സർവേശ്വരന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സാധ്യമാകും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ ഒരുപാടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ശാരീരികമായും മാനസികമായും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വർഷങ്ങളോളമായി ഒരു ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറുവാനുള്ള സാധ്യത ഏറെയാണ്. ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. തീർത്തും ഈശ്വര സഹായം, ഈശ്വര നന്മ, അതുപോലെ തന്നെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഒരു വിശ്വാസം കൂടുതൽ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ ഓരോ കൃപകളും നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങൾ ഈശ്വരൻ അറിയുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് എന്ത് തരം പ്രതിസന്ധിയാണോ ഉണ്ടാകുന്നത് അതിനെല്ലാം അതിജീവിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് തക്ക സമയത്ത് ബുദ്ധി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അതുപോലെ എന്തു വന്നാലും കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സിനെ കൂടി നിങ്ങൾ ദൃഢതപ്പെടുത്തുക. തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ
നിങ്ങളുടെ ജീവിതത്തിന് ഒരു കുറവും സംഭവിക്കില്ല. ഇന്ന് നിങ്ങളെ കളിയാക്കുന്നവരൊക്കെയും നാളെ നിങ്ങളെ പുകഴ്ത്തുന്ന അവസരങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. രണ്ടാമത്തെ ചിത്രം 555 എന്ന സംഖ്യയാണ്. ഈ സംഖ്യകൾക്കിടയിൽ ഒരുപാട് വ്യത്യസ്തമാർന്ന ജീവിതങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ രണ്ടാമത്തെ സംഖ്യ തിരഞ്ഞെടുത്തവരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം ആത്മാഭിമാനമുള്ള വ്യക്തികളാണ്. അതായത് ആരെയും ഒരു കാര്യത്തിനും കഷ്ടപ്പെടുത്താതെ, ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ ജീവിതം നല്ല വഴിക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ടും കഠിനാധ്വാനത്തോടുകൂടിയും അതുപോലെ തന്നെ ഒരു കുടുംബം നിവർത്തുവാനായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബം പോറ്റുവാനായിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വരുമെങ്കിലും ഒത്തിരി സാമ്പത്തികമായി തളർന്നു പോകുമെങ്കിലും ആരുടെയും മുന്നിൽ കൈനീട്ടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിത്വമാണ്. എന്നാൽ തീർച്ചയായിട്ടും പലപ്പോഴും നിങ്ങളുടെ ജീവിതം നിങ്ങളെ തളർത്തുന്ന അവസ്ഥകൾ വരുമെങ്കിലും അതിനെല്ലാം അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ അപേക്ഷിച്ച് ഒരു ഭവനം എങ്ങനെ കൊണ്ടുപോകണമെന്നും അതുപോലെ മക്കളെ എങ്ങനെ വളർത്തണമെന്നും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടതകൾ ഉണ്ടാകുമോ അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ഒരു കൃപ ഈശ്വരൻ നിങ്ങൾക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കഷ്ടത എന്ന് പറയുന്നത് പരസ്പര വിശ്വാസം നിങ്ങളിൽ ഏറ്റവും കൂടുതലുണ്ട്. എന്നാൽ മറ്റുള്ളവരായിട്ട് അത് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ബന്ധത്തിനോ സ്നേഹബന്ധത്തിനോ ഒന്നും തന്നെ വിള്ളൽ വീഴ്ത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ധാരാളം കഷ്ടപ്പെടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ആരെയും പഴിക്കാനോ ദോഷം പറയാനോ അതുപോലെ അവരുടെ ജീവിതത്തെ കളിയാക്കാനോ ഒന്നും തന്നെ നിങ്ങൾ നിന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുകയാണ്. അത്രത്തോളം ജീവിതത്തെ വളരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. എന്നാലും ശത്രുദോഷങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. സൂക്ഷിച്ച് മാത്രം നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക. എത്രയൊക്കെ നന്നായി നിങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലുമൊക്കെ ഒരു പാളിച്ച സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരിക്കലും നിരാശപ്പെടരുത്. മക്കളുടെ കാര്യമോർത്ത് ഒരു തരത്തിലുമുള്ള ടെൻഷനും വേണ്ട, ഒരു തരത്തിലുള്ള പ്രയാസവും വേണ്ട. സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകാറില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അത്ര വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. അപ്രകാരം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടോ അതൊക്കെ വരുന്ന ഒരു 37 ദിവസത്തിനകം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് തൊടുകുറി ഫലം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുക. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.